തുടരുകയാണ്. ഗവർണർക്കെതിരെ കരിങ്കൊടി പ്രതിഷേധം നടത്തിയ SFI പ്രവർത്തകരുടെ ജാമ്യാപേക്ഷയിൽ ഇന്ന് കോടതി വിധി പറയും. ഗവർണറുടെ വാഹനം തടഞ്ഞതിൽ DGP രാജ്ഭവന് ഇന്ന് റിപ്പോർട്ട് കൊടുക്കും. കരിങ്കൊടി പ്രതിഷേധം തുടരുമെന്ന SFIയുടെ വെല്ലുവിളി ഏറ്റെടുക്കാനാണ് ഗവർണറുടെ ഇപ്പോഴത്തെ തീരുമാനം. VA ഗിരീഷ് ചേരുന്നു. ഗുഡ് മോർണിംഗ് ഗിരീഷ്. ഗവർണർ വിടാൻ ഭാവമില്ല അല്ലേ? ഗുഡ് മോർണിംഗ് SKN. അത് തന്നെ, ഗവർണർ എന്തായാലും ഈ SFIയുടെ ഈ പ്രതികരണത്തോട് അതേ രീതിയിൽ തന്നെ പ്രതികരിക്കാനാണ് ഗവർണറുടെയും തീരുമാനം. ക്യാമ്പസിൽ കാലുകുത്താൻ അനുവദിക്കില്ലെന്ന SFIയുടെ വെല്ലുവിളി ഏറ്റെടുക്കാൻ തന്നെ ഗവർണർ തീരുമാനിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അദ്ദേഹം ഡൽഹിയിലാണ്. അദ്ദേഹം 16-ന് സംസ്ഥാനത്ത് തിരിച്ചെത്തും. കോഴിക്കോടാണ് അദ്ദേഹം എത്തുക. അദ്ദേഹം കോഴിക്കോട് ചില സ്വകാര്യ പരിപാടികളുണ്ട്, അതോടൊപ്പം തന്നെ ചില സെമിനാറുകളിൽ പങ്കെടുക്കേണ്ടതുണ്ട്. അദ്ദേഹം നേരത്തെ സംസ്ഥാന സർക്കാരിന്റെ ഗസ്റ്റ് ഹൌസാണ് ബുക്ക് ചെയ്തിരുന്നെങ്കിൽ ആ തീരുമാനം അദ്ദേഹം റദ്ദാക്കിയിരിക്കുന്നു. പകരം കോഴിക്കോട് കാലിക്കറ്റ് സർവകലാശാലയുടെ ഗസ്റ്റ് ഹൌസിൽ തന്നെ താമസിക്കാനാണ് ഇപ്പോൾ ഗവർണർ തീരുമാനിച്ചിരിക്കുന്നത്. സർവകലാശാല ക്യാമ്പസിനകത്തുള്ള ഗസ്റ്റ് ഹൌസിൽ അദ്ദേഹം 16-ന് എത്തും. 18-ന് ഈ സർവകലാശാലയുടെ തന്നെ സെമിനാർ ഹാളിൽ ഒരു സെമിനാർ നടക്കുന്നുണ്ട്. ഇതിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് ഗവർണറുടെ ഔദ്യോഗികമായിട്ടുള്ള പരിപാടി. മറ്റു ചില സ്വകാര്യ പരിപാടികൾ കൂടി അദ്ദേഹമുണ്ട്. ഏതായാലും അദ്ദേഹം കോഴിക്കോട് വിടുന്നത് വരെ സർവകലാശാല ക്യാമ്പസിൽ തന്നെ താമസിക്കുന്നതിനാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. ഇതിനിടെയാണ് ഗവർണറെ തടഞ്ഞ കേസിൽ SFI പ്രവർത്തകരുടെ ജാമ്യാപേക്ഷയിലുള്ള വിധി ഇന്നുണ്ടാവുക. തിരുവനന്തപുരത്തെ മജിസ്ട്രേറ്റ് കോടതി 3 ഇക്കാര്യത്തിൽ വിധി പറയുന്നത്. ഇന്നലെയൊക്കെ വിശദമായ വാദം ഇക്കാര്യത്തിൽ കേട്ടിരുന്നു. അപ്പോഴും ഉയർന്നു വരുന്ന ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഗവർണറുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നുള്ള ഒരു ഗുരുതരമായ വകുപ്പ് ഇതിനകത്ത് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. ആദ്യം താരതമ്യേന ദുർബലമായ വകുപ്പുകളായിരുന്നു കൂട്ടിച്ചേർത്തിരുന്നെങ്കിൽ ഗവർണർ നിലപാട് കടുപ്പിച്ചതോടെ ഈ വകുപ്പുകൾ മാറ്റുകയായിരുന്നു. IPC 124 ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. ഇത് നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ പ്രോസിക്യൂഷൻ ചില ആശങ്കകൾ കഴിഞ്ഞ ദിവസം കോടതിയിൽ പങ്കുവച്ചിരുന്നു. പ്രതിഭാഗവും ഇതിന്റെ ചുവട് പിടിച്ച് ഈ 124 വകുപ്പ് നിലനിൽക്കില്ല എന്ന വാദമാണ് ഉയർത്തിയത്. ഗവർണർ ഏത് ഔദ്യോഗിക കാര്യത്തിനാണ് പോയത് എന്ന് പോലീസ് റിപ്പോർട്ടിൽ വ്യക്തമല്ല എന്നുള്ളതാണ് പ്രതികൾ ഉന്നയിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ജാമ്യാപേക്ഷയിലുള്ള വിധി ഇന്നുണ്ടാകും. ഇതിനിടെ രാജ്ഭവൻ സർക്കാരിനോട് വിശദീകരണം തേടിയിരുന്നു. സുരക്ഷാ പാളിച്ചയിലുള്ള വിശദീകരണം നൽകാനാണ് DGPയോടും അതോടൊപ്പം തന്നെ ചീഫ് സെക്രട്ടറിയോടും രാജ്ഭവൻ ആവശ്യപ്പെട്ടിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ DGPയും അതോടൊപ്പം തന്നെ ചീഫ് സെക്രട്ടറിയും ഇന്ന് രാജ്ഭവന് റിപ്പോർട്ട് നൽകിയേക്കും. സിറ്റി പോലീസ് കമ്മീഷണർ നാഗരാജു ഇന്ന് DGPക്ക് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയെങ്കിൽ ഇതിന്റെ അടിസ്ഥാനത്തിലാകും DGPയും അതോടൊപ്പം തന്നെ ചീഫ് സെക്രട്ടറിയും ഏതായാലും ഗവർണർക്ക് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കുക. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു സൈഡിൽ SFIയും മറു സൈഡിൽ ഗവർണറും എന്നുള്ള രീതിയിൽ ഇപ്പോഴും തർക്കം തുടരുകയാണ്. SKN. ഓക്കെ, താങ്ക് യു ഗിരീഷ്. 24 5-ന്റെ വജ്രത്തിളക്കം.